ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ രസകാളം കൂട്ടി ഊണ് കഴിക്കാറില്ലേ, പ്രസാദ കൂട്ട്. അതുപോലെ ഒരു കറി ഉണ്ടാക്കാൻ പോവാണ്. രസകാളൻ അതേ ടേസ്റ്റ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അത് നമുക്ക് ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ കിട്ടുമ്പോൾ നമ്മളത് എങ്ങനെയായിക്കോ നമുക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര രുചിയായിരിക്കും. കഴിച്ചാലും മതിയാവാത്ത ഒരു കറിയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനിന്നൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. ഇതിനു മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, പക്ഷേ എനിക്ക് അത്ര അങ്ങ് പോരാന്ന് തോന്നി. അപ്പോൾ ഇന്ന് ഞാൻ കച്ചട്ടിയിൽ ഉണ്ടാക്കാൻ പോവാണ്. നല്ല കച്ചട്ടി, വലിയ കച്ചട്ടിയാണ്, കണ്ടോ, കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് സാധാരണ മത്തങ്ങയാണ്. മത്തങ്ങ സാധാരണ നമ്മൾ മോരുകറിക്കൊന്നും ഉപയോഗിക്കാറില്ല, പക്ഷേ ഇവിടെ മത്തങ്ങയായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ ഞാൻ മത്തങ്ങ എടുക്കും, പിന്നെ കുമ്പളങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. കായയൊക്കെ എടുക്കാറുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ കായയില്ല. അപ്പോൾ മത്തങ്ങയും കുമ്പളങ്ങയും കൂടിയാണ്. ഇതാക്കണ്ടില്ലേ, മത്തങ്ങയും കുമ്പളങ്ങയും കൂടി എടുത്തു. പിന്നെ ലേശം പുളിവെള്ളം, ലേശം എന്ന് പറഞ്ഞാൽ പോരാ, കുറച്ച്. കാരണം ഇതിൽ നമ്മൾ മോര് ചേർക്കുന്നുണ്ട്, എന്നാലും എൻ്റെ മോര് ഇത്തിരി പുളി കുറവുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് ലേശം, വളരെ തിന്നായിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ, ഇത് പുളിവെള്ളം കേട്ടോ. കുറച്ച് ഒരു ചെറിയ ഒരു അല്പം പുളിവെള്ളം ഒഴിച്ചു. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, ഇത് നീളത്തിൽ ഇതുപോലെ കീറിയതാട്ടോ. 2 പച്ചമുളകും ചേർക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ പുളിവെള്ളം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ. അപ്പോൾ ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിക്കാം. പിന്നെ ലേശം ഉലുവാപ്പൊടി, ഒരു 1/4 സ്പൂണോളം ഉലുവാപ്പൊടി. പിന്നെ മുളക്, ചതച്ച മുളകാണ് കേട്ടോ, ഒരു 1/2 സ്പൂണോളം, അത് നമ്മുടെ എരിവിനനുസരിച്ച്. അത് കഴിഞ്ഞ് കുരുമുളക് പൊടിയാണ് കേട്ടോ, ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കത് വേവിക്കാം. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ, കാരണം എപ്പോഴും നല്ല മഞ്ഞ കളറായിരിക്കും അത്. പിന്നെ ഉപ്പ്, കല്ലുപ്പ്, അത് ഒരു കൈയളവ് നമ്മുടെ ഇതിനനുസരിച്ച്. അപ്പോൾ ഇനി ഇതൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഈ കഷ്ണം നന്നായിട്ട് വേകട്ടെ, നന്നായിട്ടൊന്ന് 1/4 ഭാഗത്തോളം നന്നായിട്ട് വേകണം കേട്ടോ. അത് മൊത്തം ഇങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോവരുത്, ഒന്ന് നന്നായിട്ട് വേകട്ടെ. എന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. അപ്പോൾ അരപ്പിനായിട്ട് ഒരു മുറി നാളികേരം, പിന്നെ കുറച്ച് ജീരകം, ഒരു പച്ചമുളക് എടുത്തോളൂ കേട്ടോ, കാരണം നല്ല എരിവുണ്ട്. പിന്നെ നമ്മൾ അതിൽ മുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, പച്ചമുളക് വേവിക്കാൻ ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ ചതച്ച മുളക് ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി എരിവ് കൂടിയാലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് എരിവ് കുറച്ചതാണ്, ഒരു പച്ചമുളക് ചേർത്തു. ഇനി ഇത് അരയ്ക്കാൻ വേണ്ടി വെള്ളമല്ല കേട്ടോ ഒഴിക്കാൻ പോണത്, തൈര് ചേർത്താണ് അരയ്ക്കാൻ പോണത്. ആവശ്യത്തിന് തൈര് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കാം. കഷ്ണം അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അരപ്പ് ചേർത്താലോ, കാരണം അതേ കുഴഞ്ഞു പോവും, മത്തങ്ങയല്ലേ, ഉടഞ്ഞു പോയാൽ പിന്നെ അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അരച്ച് വെച്ചിട്ടുണ്ട്, നമുക്കതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. വെള്ളം ഒഴിക്കാം കേട്ടോ, കാരണം നല്ല തിക്കായിട്ടിരിക്കും. കണ്ടിട്ടില്ലേ, നല്ല ലൂസായിട്ടല്ലേ ഇരിക്കുള്ളൂ. നമ്മൾ ആ ചോറിൻ്റെ കൂട്ടത്തിൽ ആ പ്രസാദം തരുന്ന അതിൻ്റെ കൂടെ കഴിക്കും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും കേട്ടോ, കാരണം കച്ചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മോര് ഒഴിച്ചല്ലേ, നന്നായിട്ട് തൈര് ഒഴിച്ചാണ് നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അധികം അങ്ങോട്ട് തിളപ്പിക്കണ്ട. ഇതിലേ കുറച്ച് വേണമെങ്കിൽ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി അരി വറുത്ത് പൊടിച്ച് ചേർക്കാം കേട്ടോ, പക്ഷെ ഞാൻ ചെയ്തില്ല. കാരണം ഈ ഇപ്പോൾ കുമ്പളങ്ങയും മത്തങ്ങയും മാത്രമല്ലേ, അപ്പോൾ കുറച്ചിങ്ങനെ വെള്ളം പോലെ ഇരിക്കില്ലേ, കണ്ടോ. അപ്പോൾ കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ കായ ചേർക്കണത്, അല്ലെങ്കിൽ ചേനയൊക്കെ ചേർക്കണത്. അപ്പോൾ ഞാൻ പക്ഷേ അരിയൊന്നും വറുത്ത് പൊടിച്ചില്ല, നേരെ നമ്മൾ നാളികേരവും പച്ചമുളകും ജീരകവും മാത്രം ചേർത്ത് അരയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. ലേശം ഉപ്പും കൂടി ചേർക്കാം കേട്ടോ, ഒത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. നന്നായിട്ട് പതഞ്ഞ് വന്ന് തുടങ്ങി. ഞാനപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്യട്ടെ കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കടുകും കൂടി വറുത്ത് ചേർക്കാം. കടുകിൻ്റെ കൂടെ കുറച്ച് മുളക് ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞ് നമുക്ക് ചേർക്കാം, കറിയിലേക്ക് ചേർക്കാം. പിന്നെ രസകാളൻ റെഡിയായി. അങ്ങനെ രസകാളൻ റെഡിയായി. ഇനി ചോറുണ്ണാം അല്ലേ. കുറച്ചേരം അടച്ച് വെക്കട്ടെ കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതിയാവും. അപ്പോഴാണ് ആ മണമൊക്കെ അതിൽ നന്നായിട്ട്, ആ കറിയുടെ വറുത്തതിൻ്റെയും മണമൊക്കെ ഉണ്ടാവുകയുള്ളൂ.
അപ്പോൾ ഇനി നാളെ കാണാമേ. നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.